കവളി കുത്തി പിടിച്ചിട്ടാണ് ഇവിടെ ചാടി എണ്ണിച്ചിട്ട് എന്നെ വിളിച്ച് തുമ്പിയെന്ന് രൂപം പോലെ കാണുന്നുള്ളൂ. എനിക്ക് വ്യക്തമാവുന്നില്ല ഇങ്ങനെ ഒരാൾ മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന ഒന്നും. പത്തനാപുരം നടുക്കുന്നിൽ ഭാര്യയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവാവ് തീ കൊളുത്തി മരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായ രൂപേഷാണ് ജീവൻ ഒടുക്കിയത്. 27 വയസ്സുള്ള ഭാര്യ അഞ്ജുനെയും 10 വയസ്സുള്ള മകൾ ആയുഷ്മയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സ്വന്തം മോളാണ് പോലൊരു ആ സമയത്ത് തോന്നിയില്ല. രൂപേഷണം മരിക്കുന്നതിന് വരെ ഞാൻ ആരെയും കണ്ണി ചീത്ത പെണ്ണല്ലായിരുന്നു, നല്ലവളായിരുന്നു, എല്ലാവരും മുന്നിൽ നല്ലവളായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ പന്നലായി. എൻ്റെ കുഞ്ഞു ഇപ്പോൾ അതേപോലെ തന്നെ ആ നാട്ടിൽ തന്നെ ഇവിടുത്തെ ഒരു നാശനം ഇല്ലാതെ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നത്. അവർക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം. കാരണം ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ. എന്തിനാ ഇങ്ങനെ ചെയ്ത്? ഞങ്ങൾ എന്ത് തെറ്റ് കാണിച്ച്? ഒരു തെറ്റും കാണിച്ചിട്ട് ആ അച്ഛന് വേറൊരു റിലേഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാ എന്നെ അമ്മ ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ എന്നെ എന്തിനു ചെയ്തേ? ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ ഡ്രസ്സില്ലാത്ത ഫോട്ടോ എല്ലാം ഞാൻ കണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് അന്ന് ഈ സംഭവിക്കുന്നതിന് അന്നത്തെ ദിവസം തന്നെ രാത്രി ഞാൻ അച്ഛനോട് ചോദിച്ചു, നീ നിന്റെ അമ്മയോടാണ് കായോടി എന്ന് പറഞ്ഞ് എന്നെ പൂട്ടി ചീത്ത വിളിച്ചിട്ട് കൈ ചൂട്ടി എന്നെ ഇടിക്കാൻ വന്ന്. അമ്മ അറിഞ്ഞ് എൻ്റെ മോൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ മോൻ കേസ് എടുത്തിട്ട് വീട് ഇറങ്ങി പോകുന്നു. അച്ഛൻ പറഞ്ഞേ, നീ കേസ് എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, വേറെ അങ്ങോട്ടും പോകത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഇവളുടെ മുഖത്ത് സിഗരറ്റ് വെച്ച് കുത്തി. എന്നിട്ട് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു, ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തെന്ന് എവിടെയാ മോനെ കുത്തിയെ? ഇവിടെ. എന്നിട്ട് അമ്മ എന്തോ മോൻ്റെ അടുത്ത് പറഞ്ഞു? അമ്മ പറയും, വേണ്ട, നീ മാസ്ക് ഇട്ടുണ്ട് പോ, ആരെങ്കിലും കണ്ടാ പറഞ്ഞാൽ മതി, ഇങ്ങനെ വിളക്ക് കത്തിക്കാൻ നേരത്ത് തിരി കൊണ്ടതാന്ന്, തിരി കൊണ്ട് കയറിയതാന്ന്. അച്ഛന് മോളെ ഇഷ്ടമല്ലായിരുന്നോ? ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ കാമുകിയായിട്ട് പരിചയപ്പെട്ട് തൊട്ട് എന്നെ അമ്മയെ ഇഷ്ടമല്ലായിരുന്നു. അത് മോള് കണ്ടിട്ടുണ്ടോ അച്ഛൻ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന്? എല്ലാം കണ്ടിട്ടുണ്ട്. മെസ്സേജുകൾ കണ്ടിട്ടുണ്ടോ? ഈ മെസ്സേജ് കണ്ടതുകൊണ്ടാണോ അച്ഛൻ മോളോട് ഇത്ര ദേഷ്യമായത്? മെസ്സേജ് കണ്ടിട്ട് ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. അമ്മ ചോദിക്കുമ്പോൾ പറയാൻ നീ അറിയേണ്ട ആവശ്യമില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. അതും പറഞ്ഞിട്ട് രൂപേഷനാണെങ്കിൽ ഇവള് രൂപേഷനും ബാത്റൂമിലൊക്കെ കയറിന്ന് ഫോൺ ചെയ്യും. ബാത്റൂമിൽ കയറിന്ന് ഫോൺ ചെയ്തിട്ട് പൈപ്പ് തുറന്നിട്ട് ഞാൻ പുറകെ ചെല്ലും. പൈപ്പ് തുറന്നിട്ട് വെള്ളം നിറഞ്ഞെടുക്കും, ബക്കറ്റ് വെള്ളം നിറഞ്ഞെടുക്കും. ഈ വെള്ളം വീഴുന്നതായിട്ട് കേൾക്കത്തില്ലല്ലോ. ബാത്റൂമിൽ പോയിരുന്ന ഹലോ മോളെ മുത്തേന്നൊക്കെ വിളിക്കുന്ന എനിക്ക് കേൾക്കാം. ഇത് ഡിസംബർ 22-ാം തീയതിയാണ് ഉണ്ടായത്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഇത് ന്യൂസിലെല്ലാത്തിലും ഉണ്ടായിരുന്നു. ഭാര്യയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ട് ഗ്രഹനാഥൻ തീ കൊളുത്തി മരിച്ചു എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങളാണ്. അങ്ങനെ എൻ്റെ മോളുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച അങ്ങ് പോയി. കുടുംബ പ്രശ്നമായിട്ടുള്ള വഴക്കാണോ? എന്തുവായിരുന്നു സംഭവം? വീട്ടിലെ പ്രശ്നം തന്നെയായിരുന്നു. പുള്ളിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മോളാണ് കണ്ടിട്ട് വന്ന് എന്നോട് പറയുകയൊക്കെ ചെയ്തത്. അതിനെ ചൊല്ലിയുള്ള വഴക്കും കാര്യങ്ങളാണ്. കാരണം എനിക്ക് ആരും ഇല്ല, രൂപേഷണം മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാനെങ്ങും പോവില്ല എന്നുള്ളൊരു വിചാരത്തിലാണ് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊന്നും കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഇവള് ഫോണിനകത്ത് കണ്ടായിരുന്നു ഇതേപോലെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇവള് ചോദ്യം ചെയ്തപ്പോൾ മുതലോള് ഇവളോടും അങ്ങ് ദേഷ്യമായി, ഭയങ്കര ദേഷ്യമായി. അമ്മ പറഞ്ഞ് ഞാൻ ഇതേപോലെ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അന്നേരം നീ കാണിക്കൂടി എന്ന് പറഞ്ഞ് നല്ല ദേഷ്യപ്പെടുന്നു. അന്നേരം ഓടിപ്പോയി ഞങ്ങളുടെ അടുക്കളയിൽ ഇടുക്കിലാണ് കത്താല് വെക്കുന്നത്. കത്താള് വെച്ചെടുത്ത് മേളിലാണ് ഇതിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. ഓടി വന്ന് അമ്മ എടുത്ത് വെട്ടി, ഇങ്ങനെ തലയെ വെട്ടി. അന്നേരം അമ്മ ഇങ്ങനെ പിടിച്ച്, അന്നേരം ഇവിടെയും വെട്ടി. എന്നിട്ട് അന്നേരം ഞാൻ ചാച്ചൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കത്താള് പിടിച്ചേക്ക്, ചാച്ച എൻ്റെ അമ്മ വെട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അന്നേരം ചാച്ച ഇങ്ങനെ ഒരു തള്ളിയിട്ട്, ഈ തള്ളിയിട്ട വഴിക്ക് എന്നെ ഇങ്ങനെയാണ് പോറിയത്. ഇങ്ങനെ അത് വലിയ മുറിവൊന്നും ഇല്ലായിരുന്നു. തിരിഞ്ഞ് ഞാൻ തറ വീണ് എൻ്റെ പുറം ഇടിച്ച് ഞാൻ തടവി ഇങ്ങനെ കുത്തി എണ്ണിക്കാൻ നേരത്ത് എൻ്റെ ഇങ്ങനെ മോളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെയാണ് വെട്ടി. ഞങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാകുന്ന വെച്ചാൽ വഴക്കും മിണ്ടാതിരിക്കാന്ന് പുള്ളി കൊണ്ടുപോയിട്ട് ഡ്രസ്സെല്ലാം വരിയിട്ട് കത്തിക്കും. ബീഡി വലിച്ചോണ്ടിരുന്നു, ഒരു വെളിയിരുന്ന് ബീഡി വലിച്ചോണ്ടിരുന്ന് ഇട്ടേക്കുന്ന ഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ കത്തിക്കും. എന്നിട്ട് ഞങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ തുണി എല്ലാം വാരിയിട്ട് കത്തിക്കും. നമ്മുടെ സാരി ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വാരിയിട്ട് കത്തിച്ചു. രൂപേഷണം ആദ്യം വന്ന് ഈ വഴക്കൊക്കെ ഉണ്ടായിട്ട് ഇറങ്ങിപ്പോയിട്ട് രാത്രി പിന്നെയും കയറി വന്നു. ഈ കയറി വന്നപ്പോൾ ഞാനിവിടെ നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ഈ ഉറക്കത്തിൽ ഈ ലൈറ്റ്
എല്ലാം അടച്ചിട്ടിട്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുക. അത് ഇത് ഞാനൊരു രൂപം പോലെ കാണുന്നുള്ളൂ. എനിക്ക് വ്യക്തമാവുന്നില്ല ഇങ്ങനെ ഒരാൾ മുഖത്തോട്ട് നോക്കിയിരിക്കുന്ന ഒന്നും കറുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ ചാടി എണ്ണിച്ചിട്ട് എന്നെ വിളിച്ച് തുമ്പിയെന്ന്. അവളെ അറിയാതെ കൊണ്ടതല്ല, അവളെ അറിഞ്ഞുകൊണ്ട് വെട്ടിയതാണ്. അതാണ് അവൾക്ക് ഭയങ്കര സങ്കടം. അവളുടെ കവിളിൽ കുത്തി പിടിച്ചിട്ടാണ് അവളെ വെട്ടിയത്. എന്നെ വെട്ടിയപ്പോൾ തന്നെ അവൾ പുറകിൽ നിന്ന് വലിച്ചപ്പോൾ അവള് തള്ളി തറയിട്ടിട്ട് ആദ്യം വീശിയതാണ്. ഇത് രണ്ടാമത് അവളെ കവിളിൽ അറിഞ്ഞുകൊണ്ട് അവളെന്നിട്ട് കൈ കുത്തി എണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് അവള് വിചാരിച്ചില്ല. അപ്പൊ ഇങ്ങനെ കൈ കുത്തിയിട്ട് മേപ്പോട്ട് നോക്കിയപ്പോഴത്തേനെ ഇവളുടെ കവിളിൽ കുത്തി പിടിച്ചിട്ടാണ് ഇവളെ വെട്ടിയതാണ് ഇവള് പറയണേ. അപ്പൊ ഇവള് തന്നെ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ കണ്ണ് തുറന്ന് അമ്മ മുഖത്തോട്ട് നോക്കിയത്, ചാച്ചൻ്റെ കണ്ണ് തുറന്ന് നോക്കിയ സമയത്താണ് ചാച്ച എന്നെ വെട്ടിയത്. കാരണം ഈ കണ്ണ് രണ്ടായിട്ട് ഇവിടെ നിന്ന് വരെ രണ്ടായിപ്പോയി. ഇത്രയും ഭാഗം എങ്ങനെ ഇത്ര ആയെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞരമ്പ് മൊത്തം കട്ടായിപ്പോയി. ഇനി ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ണ് വെക്കാൻ പറ്റുള്ളൂ. അത് വെച്ചാല് കണ്ണാടി വെക്കണം. പക്ഷെ ഇവൾക്ക് അത് കണ്ണാടി വെക്കാനോ ഒന്നും പറ്റില്ല. ഇവിടെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട്. പക്ഷെ അതിന് ഇനിയും വീണ്ടും ഇവളോട് ഇനിയും കണ്ണാശുപത്രി പോയി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല. കാരണം ഈ ഒരു 2-3 മാസം ഹോസ്പിറ്റലിൽ കിടന്നപ്പം തന്നെ കുറേ പേര് ആഹാരം വാങ്ങി തന്നാലും അങ്ങനെ ഇങ്ങനെ സഹായിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അത്രയും ദിവസം എങ്ങനെയൊക്കെയോ പോയത്. ഇനി അങ്ങോട്ട് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇവൾക്ക് ഇനി സ്കൂളിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് എന്തിനും ജോലിക്ക് പോകണമെങ്കിലോ ഇവള് നേരെ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം നോക്കാനോ കാണാനോ കൊണ്ട് ആരുമില്ല. ഇപ്പൊ ഞാനും കുഞ്ഞും ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നെന്ന് ആർക്കും അറിയണ്ട. പക്ഷെ നാളെ മരിച്ചു കഴിയുമ്പോൾ പറയും അവർക്ക് ആരുടെത്തേലും ഒരാളടുത്ത് സഹായം ചോദിക്കായിരുന്നു. അവർക്ക് ഏതൊരു എന്തോരം ഇങ്ങനെ ചാനലുകളൊക്കെ ഉണ്ട്, ആരുടെയും ഒന്ന് പറയായിരുന്നു, അവരാരെങ്കിലും ഞങ്ങളാരെങ്കിലും ഒക്കെ സഹായിക്കത്തില്ലായിരുന്നോ എന്ന് പറയും. ചേച്ചിയൊക്കെ തന്നെ ആയാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചത് തന്നെ ഞങ്ങൾക്ക് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് ഇത്രയും തമ്പുരാൻ ഇത്ര ആയുസ് വെച്ച് തന്നെങ്കിൽ ജീവിക്കാനോട് ഒരു ഇതുണ്ടായത് കൊണ്ടാ, ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടുമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ എന്നും ഹോസ്പിറ്റലിൽ തന്നെ. ഒരു നേരത്തെ ആഹാരം കഴിച്ചോ, അവൾക്ക് മരുന്നുണ്ടോ, ഇവൾക്ക് കണ്ണി ഒഴിക്കുള്ള മരുന്ന് തീർന്നിട്ട് വാങ്ങാൻ എൻ്റെ പൈസ ഇല്ലായിരുന്നു. അവസാനം അവിടുത്തെ സിസ്റ്റർ വിളിച്ച് കണ്ണാശുപത്രിയിലെ സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവൾക്ക് മരുന്ന് അവിടുന്ന് മറ്റേ ഈ സാമ്പിൾ ബോട്ടിൽ കൊടുക്കുമല്ലോ, അതിൽ നിന്ന് എടുത്തുന്ന ഒരു കുപ്പി മരുന്നിന് 390 രൂപ വിലയൊക്കെയാണ്. എൻ്റെ അത് വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം ഇവിടെ മരുന്ന് ഒഴിക്കായിരുന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എനിക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഒരാൾ എന്നെ ഇപ്പോൾ സഹായിച്ച് എനിക്ക് അവരുടെ അടുത്ത് വീണ്ടും വീണ്ടും എന്നെ സഹായിക്കുക ചേച്ചിന്ന് പറഞ്ഞിട്ട് ചെല്ലാനെ കൊണ്ട് എനിക്ക് പറ്റൂല. കാരണം നമ്മുടെ കണ്ണിൽ ഒരു പൊടി വീണാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ സ്ഥാനത്താണ് ഇവിടെ സ്റ്റിച്ച് വെച്ചോണ്ട് നടക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് താങ്ങിയാ ഇവള് കിടന്ന് ചുരുണ്ട് കൂടുന്നത് ഞാൻ മാത്രമേ കാണുള്ളൂ. എന്തോരം വേദന എന്താണ് ചേച്ചി പറയുന്നത്? അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിന് എന്ത് പറ്റിയാലും ഇപ്പുറത്തെ കണ്ണിൽ ബാധിക്കും. ഈ കണ്ണിലെ കാഴ്ച പോകത്തില്ല എന്ന് അവര് പറയുന്നില്ല. ചിലപ്പോൾ പോവാനും സാധ്യതയുണ്ട്. ആകാശത്തെ മഴ പെയ്ത പോലാണ് എന്റെ കണ്ണിരിക്കും. ചിലപ്പോ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോ മഴ പെയ്യാതെ ഇരിക്കും, കാർമേഘം കണ്ട. ഇങ്ങനെ ഡോക്ടർ എടുത്ത് പറഞ്ഞു കൊടുത്തേ.